മുസൽമാന്റെ നവോത്ഥാനത്തിന്റെ രാഷ്ട്രീയം ശക്തമാണ് എന്ന് പഠിപ്പിച്ചത് സമസ്തയുടെ ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങൾ അന്നും ഇന്നും പറയുന്നത് അത് തന്നെയാണ്. അവിടെയാണ് നമ്മൾ ഖായിദ മില്ലത്ത് സനദ് കൊടുത്തത് ഈ മണ്ണിലാണ് എന്ന് പറയുമ്പോൾ അത്ഭുത സ്തബ്ധനാവേണ്ട എന്ന് ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം പള്ളി കോഴിക്കോട് വലിയങ്ങാടിയിലെ പുഴവക്കട്ട പള്ളിയാണ്. ആ പള്ളി ഉണ്ടാക്കിയത് മഹാനായ ഖൈദുൽ ഖംസൈദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളാണ്. അന്ന് അവിടെ തുടങ്ങുന്ന ആദ്യത്തെ ജുമഅക്ക് ഇമാമത്ത് നിന്നത് ബാഫക്കി തങ്ങളാണെങ്കിൽ ആ ജുമയുടെ ആദ്യ ഖുത്ബ നിർവഹിച്ചത് മഹാനായ ഖൈദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. ആ മിമ്പറിലും മിഹ്റാബിലും നിന്നുകൊണ്ട് ഈ വിനീതൻ കഴിഞ്ഞ 25 കൊല്ലക്കാലം അവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയട്ടെ, സമന്വയത്തിന്റെ കേന്ദ്രം കൂടി ആ മിമ്പറും മിഹ്റാബുമാണ് ഈ കേരളക്കരയ്ക്ക് നൽകുന്ന വലിയ സന്ദേശം ഒന്നുണ്ട് എന്ന് ഓർക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് സമന്വയത്തിന്റെ പാത, പരസ്പരമുള്ള സഹകരണത്തിന്റെ പാത, അതാണ് കേരള മുസ്ലിമീങ്ങളുടെ ഉന്നമനം എന്ന് മനസ്സിലാക്കുമ്പോൾ അതിലപ്പുറം ഭിന്നിപ്പിന്റെ ശബ്ദവുമായി കൊണ്ട് കടന്നു വരുന്നവർ, പുതിയ പുതിയ ആശയങ്ങളുമായി കൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഈ സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യുന്നില്ല എന്ന ബോധം നമുക്കുണ്ടാവണം. കേരള മുസ്ലിമീങ്ങളെ പോലെ ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ, നഷ്ടപ്പെട്ടവ തിരിച്ചു പിടിക്കാൻ എന്തെല്ലാം അവരുമായി സഹകരിച്ചു കൊണ്ടുപോകണമോ അതിനു വേണ്ടിയാവണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് സഹകരണത്തിന്റെ ഭാഷ പാണക്കാട് കുടുംബവും ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങളും ഈ സമൂഹത്തോട് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന സമുദായത്തിന്റെ ഐക്യമാണ് എന്ന് ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കണം. നമ്മളവിടെ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ അസ്തിത്വങ്ങളും തകർക്കാൻ വേണ്ടി ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്നവർ നിറഞ്ഞാടുകയാണ്. ഒരു ഭാഗത്ത് നവ ലിബറൽ പ്രസ്ഥാനങ്ങൾ തഴച്ചു വളരാൻ ശ്രമിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ തെറ്റുദ്ധാരണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിമാന്റെ വിശ്വാസങ്ങളെയും മതബോധത്തെയും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാമ്പസിന്റെ അകത്ത് വെച്ചുകൊണ്ട് കുട്ടികളെ വഴിതെറ്റിക്കുന്നതിന്റെ പ്രവർത്തന ഫലമായിക്കൊണ്ട് മതനിരാസത്തിന്റെ ഇഞ്ചക്ഷൻ നാൾക്കുനാളായിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ക്യാമ്പസിന്റെ അകത്ത് വെച്ചുകൊണ്ട് നിരവധിയായി നമ്മുടെ കുട്ടികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. യുക്തിവാദത്തിന്റെയും മതനിരാസത്തിന്റെയും തഴച്ചു വളരുകൾ ഒരു ഭാഗത്ത്, ഫാഷിസത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും നിറഞ്ഞാട്ടം മറുഭാഗത്ത്. എങ്ങനെയെല്ലാം ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ തകർക്കാൻ സാധിക്കുമോ അതിനു വേണ്ടി PhD നേടാൻ വേണ്ടി ഓട്ടപ്പാച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഫാഷിസം. കേരളത്തിൽ ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കുന്നത് വൈകിയാണെങ്കിൽ പോലും നാം ഇവിടെ ഭരിക്കുന്നു എന്ന ചിന്തയോടുകൂടി ഫാഷിസം മതേതരത്വത്തിന്റെ മേൽ ആധിപത്യം സൃഷ്ടിക്കുന്ന മലയാള ഭാഷ, മലയാള നാടിനെ വേദനയോടെ നമ്മൾ ഓർക്കുകയാണ്. മത്സരിച്ചുകൊണ്ട് ഫാസിസത്തെ എങ്ങനെ സ്വീകരിക്കണം എന്നതിലേക്കുള്ള മത്സരമാണ് ചിലർക്കുള്ളത്. ചിലരാവട്ടെ അതിന്റെ വഴിയുള്ള മത്സരത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ലക്ഷ്യങ്ങളും എങ്ങനെ ഫാസിസത്തെ ഒളിച്ചു കടത്താമെന്നാണ്. പട്ടിൽ പൊതിഞ്ഞ പാഷാണം പോലെ ചുമപ്പിൽ പൊതിഞ്ഞ കാവി നമ്മുടെ കേരളത്തിൽ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരായിരുന്നാലും അതിനെ ചെറുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവിടെ നമ്മൾ ഓർക്കേണ്ടത് എങ്ങനെയെല്ലാം ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്താമോ എന്ന പ്രീണ രാഷ്ട്രീയം മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധത നിറഞ്ഞാട്ടം ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് വിദയി സംഘടനകളുടെ നിറഞ്ഞാട്ടമാണ്. നമ്മളൊക്കെ എവിടെയാ ചിന്തിക്കുന്നത്? നമ്മുടെ എല്ലാം ബോധോദയം എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ അജണ്ട ആരാണ് നിശ്ചയിക്കുന്നത് എന്ന് സമസ്തയുടെ പ്രവർത്തകർക്ക് ബോധമുണ്ടാവേണ്ടേ? എട്ടിലും പൊട്ടി തകർന്നുകൊണ്ട് ഭിന്നതയുടെ മാറാപ്പ് ഏറിക്കൊണ്ട് വഹാബി സംഘടന ഈ കേരളക്കരയിൽ അതിന്റെ അന്ത്യശ്വാസം വലിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിന് ഓക്സിജൻ കൊടുക്കാനാണോ നമ്മൾ ശ്രമിക്കേണ്ടത്? വഹാബിസം എല്ലാ നിലയിലും പരാജയപ്പെട്ടു കൊണ്ടുപോകുന്നു. അതിന്റെ അവസാനത്തേതിന്റെ തുടക്കം, അതിന്റെ ഭിന്നതയുടെ മാറാപ്പുകൾ വഹാബിസത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വഹാബി നേതാവ് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ വഹാബി എന്ന് വിളിക്കല്ലേ. 4 വാള്യമുള്ള പുസ്തകം വഹാബി പ്രസ്ഥാനം എന്ന പുസ്തകം അഭിമാനത്തോടെ ഇറക്കിയവർക്ക് ഇന്ന് വഹാബിസം എന്ന് കേൾക്കാൻ പാടില്ലാത്ത വിധത്തിലേക്ക് അവർ ആ പദത്തെ വല്ലാത്ത രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ആശയപരമായ ദാരിദ്ര്യം അനുഭവപ്പെടുന്ന വഹാബിസം, സംഘടനാപരമായ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വഹാബിസം. ഒരു ഭാഗത്ത് മതരാഷ്ട്രവാദി ജമാഅത്തെ ഇസ്ലാമി. പുതിയ വർത്തമാനം എന്താ? ഈ കഴിഞ്ഞ 2001 ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു,
ഇസ്ലാമിൽ ഇബാദത്ത് പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റ് നിർബന്ധമാണ്. ഇസ്ലാമിൽ ഇബാദത്ത് പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റ് നിർബന്ധമാണ്. ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലാത്ത രാഷ്ട്രത്തിലെ മുസ്ലിമിന്റെ ആരാധന അപൂർണമാണ്. നിസ്കരിക്കണമെങ്കിൽ, നോമ്പനുഷ്ഠിക്കണമെങ്കിൽ, സക്കാത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ഗവൺമെന്റ് വേണം. ഇത് പറഞ്ഞത് ഇന്നല്ല, ഈ കഴിഞ്ഞ 2021 കേരളത്തിന്റെ അസിസ്റ്റന്റ് അമീറാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ മൗദൂദി തന്റെ എഴുതി വെച്ചത് മുഴുവനും തനിക്ക് വേട്ടയാടപ്പെടുന്ന, തനിക്ക് നേരെ തിരിഞ്ഞുകുത്തുന്ന സമയത്ത് ജമാഅത്തിന്റെ സങ്കല്പം അത് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ അവസാനം ഈ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ പറഞ്ഞു, ഞങ്ങൾ മൗദൂദിസത്തെ കൈയൊഴിയുന്നു. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയുടെ നിലപാടുകളെ, മതരാഷ്ട്രവാദത്തെ ഞങ്ങൾ ഒഴിവാക്കുന്നു. സ്ഥാപക പ്രസിഡന്റിന്റെ നിലപാടിനെ വലിച്ചെറിയേണ്ട ദുര്യോധം നേരിട്ട് കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ആശയ പാപ്പരത്തിന്റെ പരിണിത ഫലമാണ് മതരാഷ്ട്രവാദം എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ, കേരളത്തിലൊരു സംഘടന എറണാകുളത്ത് വെച്ചുകൊണ്ടോ കേരളത്തിന്റെ ഏതോ ഭാഗത്ത് വെച്ചുകൊണ്ടോ സമ്മേളനം നടത്തി. വിഘടിത വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനം മുഖ്യാതിഥിയായി കൊണ്ട് പങ്കെടുത്തത് ഷെയ്ഖ് യഹിയ റോഡസ് എന്ന് പറയുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ്. ആരായിരുന്നു അദ്ദേഹം എന്ന് പറയാൻ നമുക്ക് സമയമുണ്ടോ ഇവിടെ? ആരായിരുന്നു അദ്ദേഹം? ബിദഈ പ്രസ്ഥാനക്കാരൻ. അതിലുപരി തന്റെ എല്ലാ ഖുതുബയും ഇംഗ്ലീഷ് ഭാഷയായ തന്റെ മാതൃഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ പ്രമുഖ വ്യക്തിത്വമായി കൊണ്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത് ഒരു സുന്നി വേദിയിലാണ്. ആ സുന്നി വേദിയിൽ ബിദ്അത്തുകാരനെ എഴുന്നള്ളിക്കാൻ മാത്രം ആദർശ പാപ്പരത്വം ആ സംഘടന നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അവിടെ മാത്രമല്ല, ബഹുമാന്യനായ കേരളത്തിന്റെ ആ പണ്ഡിതൻ കൊണ്ടുവന്ന കേശവുമായി ബന്ധപ്പെട്ട് തന്റെ ജീവചരിത്രം എഴുതി വെച്ചപ്പോ ആ മുടിനാര് ഇടയുടെ മുടിമാര് അക്ഷരം പോലും ആ പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി തയ്യാറാവാത്ത വിധത്തിലേക്ക് ആദർശ ദാരിദ്ര്യം ആ സംഘടനയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്റെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരോട് ചോദിക്കുന്നു, നമ്മൾ എന്തുകൊണ്ട് അത്തരം ആദർശ വൈരൂപ്യങ്ങളെ, ശൈഥില്യങ്ങളെ, ആദർശ വ്യതിയാനികളെ നേരിടാനുള്ള ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വരുന്നില്ല? ഒന്നാഞ്ഞു പിടിച്ചാൽ, ഒന്നിച്ചൊറ്റക്കെട്ടായി നിന്നാൽ, പാണക്കാട് കുടുംബത്തിന്റെയും സയ്യിദുലമയുടെയും ഷെയ്ഖുൽ ജാമിയുടെയും നേതൃത്വത്തിൽ ഒരുമിച്ച് സുന്നി പ്രസ്ഥാനം നിന്നാൽ, ഭിന്നതയുടെ ലാഞ്ചനയില്ലാതെ, പരസ്പരമുള്ള വിഴുപ്പലക്കലുകളില്ലാതെ, സോഷ്യൽ മീഡിയയിലെ ആവശ്യമില്ലാത്ത കുപ്രചരണങ്ങളില്ലാതെ ഒരുമിച്ചൊറ്റക്കെട്ടായി ജാമിയ നൽകുന്ന സന്ദേശത്തോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ മതനിരാസവാദി മാത്രമല്ല, ഫാസിസ്റ്റ് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, വിധികത്തുകാരന്റെയും വിഘടിതന്റെയും ചീട്ടുകൊട്ടാരങ്ങളെ തകർത്തെറിയാൻ നമുക്ക് സാധ്യമാകുമെന്ന ബോധം നമുക്കുണ്ടാവണ്ടേ? അതുകൊണ്ട് സംഘടിക്കുക. ഭിന്നിക്കാനല്ല നമ്മുടെ സമയം ഉണ്ടാകേണ്ടത്. സമുദായത്തിന്റെ ഐക്യം, മുസ്ലിം ഉമ്മത്തിന്റെ ഒറ്റക്കെട്ടായ പ്രയാണമാണ് ആവശ്യം. അതുകൊണ്ട് ജാമിയ നൂരിയ എല്ലാവരെയും സമ്പുഷ്ടമാക്കപ്പെടേണ്ടതാണ്. ജാമിയ നൂരിയ നൽകുന്ന സന്ദേശം സമുദായത്തിന്റെ ഐക്യവും സുന്നത്ത് ജമാഅത്തിന്റെ യശസ്സുമാണ്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ, ജാമ്യക്ക് നേരെ ചില ആരോപണങ്ങളുമായി കൊണ്ട് മുന്നോട്ട് വരുന്നവരോട് ഞങ്ങൾക്ക് ഒരൊറ്റ വർത്തമാനേ പറയാനുള്ളൂ. സുന്നി ആശയം പറയാൻ നിങ്ങൾ ജാമ്യ പഠിപ്പിക്കണ്ട, തൽക്കാലം ബസ്വറയിലേക്ക് കാരക്ക കയറ്റണ്ട എന്ന് ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. കേരളത്തിലെ സകലമാന ആദർശ വ്യതിയാനങ്ങളെയും തകർത്തെറിഞ്ഞ പ്രസ്ഥാനമാണ് ജാമിയ നൂരിയ. ജാമിയ നൂരിയയുടെ സന്തതികളാണ് പരിശുദ്ധ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനെ പുഷ്കലമാക്കിയത്. ഇന്ന് ദാറുൽ ഹുദയെ നിയന്ത്രിക്കുന്നത് ഫൈസിയാണ്. ഇന്ന് നന്ദി ദാറുസ്സലാമിനെ നിയന്ത്രിക്കുന്നത് ഫൈസിയാണ്. ഇന്ന് ജാമിയ നൂരിയെ നിയന്ത്രിക്കുന്നത് ഫൈസിയാണ്. കേരളത്തിലെ സർവകലാശാലകൾ, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതെല്ലാം ഫൈസിമാരാൽ സമ്പുഷ്ടമാണെങ്കിൽ ആ ഫൈസിമാർ തന്നെ ഒരുമിച്ചെന്നുകൊണ്ട് തന്നെ പറയുന്നു, ആശയപരമായ ഉന്നമനമാണ്. ആ ആശയത്തിന്റെ അല്പം പോലും ചോരാതെ ഈ ചീനിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് പറയാൻ നമുക്ക് സാധിക്കും, നിങ്ങൾ സമസ്തയെയും ഈ ജാമിയ നൂരിയെയും ആദർശം വ്യതിയാനമുണ്ടായി എന്ന് പറയാൻ വേണ്ടി മുന്നോട്ട് വരണ്ട. ഇന്നലത്തെ മഴയിൽ മുളച്ചു പൊങ്ങിയ ചില സോഷ്യൽ മീഡിയ ജീവികൾ ജാമിയെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ജാമിയിലേക്ക് നിങ്ങളുടെ ആശയത്തെ, നിങ്ങളുടെ വിഘടിതവാദത്തെ, നിങ്ങളുടെ വിദണ്ഡവാദത്തെ, നിങ്ങളുടെ തർക്കത്തെ, നിങ്ങളുടെ ആവശ്യമില്ലാത്ത കുത്തിപ്പറച്ചിലിനെ, നിങ്ങളുടെ കുത്തിത്തിരിപ്പുകളെ, നിങ്ങളുടെ ഫസാദിനെ ജാമിയിലെ കൊണ്ടുവരണ്ട എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്.
അതുകൊണ്ട് അസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ മസ്ലഹത്ത് ഉണ്ടാവുക, നിങ്ങൾക്കിടയിൽ സുൽഹ് ഉണ്ടാവുക, നിങ്ങൾക്കിടയിൽ സാഹോദര്യം ഉണ്ടാവുക. സാഹോദര്യത്തിന്റെയും അഭിപ്രായ വ്യത്യാസത്തിന്റെ പരിഹാരത്തിന്റെയും ഏറ്റവും വലിയ മേഖല മുഷാവറയാണ്, ചർച്ചയാണ്. ആ ചർച്ചയ്ക്ക് വേണ്ടി ആലിമീങ്ങൾ ക്ഷണിച്ചാൽ പോവുക എന്നതാണ്, അവർ പറയുന്നിടത്തേക്ക് ചെല്ലുക എന്നതാണ് പ്രശ്നപരിഹാരത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഞാൻ ആവർത്തിച്ചുകൊണ്ട് ജാമിയയുടെ മുറ്റത്ത് വെച്ചുകൊണ്ട് ജാമിയെ കുടിച്ച ആശയത്തിന്റെ മുലപ്പാലിനുകൊണ്ട് അഭിമാനത്തോടെ പറയുന്നു, സമസ്ത മുഷാവറയും പാണക്കാട് കുടുംബവും ചേർന്നുകൊണ്ട് നമുക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ജാമിയുടെ പ്രിയപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങളും പാണക്കാട് കുടുംബവും ഒരു ക്ഷണം ക്ഷണിച്ചാൽ നിങ്ങൾ വരണം, നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ വെച്ചുകൊണ്ട് പറയണം, ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവർ അതിന് സമയം കണ്ടെത്തി വിളിച്ചാൽ വിളി കേട്ട് ചെല്ലുക എന്നതാണ് പ്രശ്നപരിഹാരത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അല്ല, ഞങ്ങൾ പറയുന്നത് പരിഹരിച്ചിട്ട് മതി ഞങ്ങളെ ക്ഷണിക്കാൻ എന്ന് പറയുന്ന ദുർവാശിയും ദുരഭിമാനവും ഈ കേരള മണ്ണിൽ വിലപ്പോവില്ല എന്ന് സൂചിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് പറയട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദുർവാശി അവസാനിപ്പിക്കുക, ആവശ്യമില്ലാത്ത ദുരഭിമാനം അവസാനിപ്പിക്കുക. നമുക്ക് ചെല്ലാം ആലിമീങ്ങളുടെ കൂടെ, നമുക്ക് ഒരുമിച്ചിരിക്കാം സാദാത്തുക്കളുടെ ദർബാറിൽ. അവർ പറയും നമ്മോട് എന്ത് ചെയ്യണമെന്ന്. പറയാനുള്ളത് പറയാം നമുക്കെല്ലാവർക്കും, പറയാനുള്ളത് പറയാം നമുക്കെല്ലാവർക്കും. അത് പറഞ്ഞുകൊണ്ട് എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒന്നിച്ചൊറ്റക്കെട്ടായി ബിദ്അത്തുകാരനെയും വിഘടിതനെയും നവലിബറിസ്റ്റുകളെയും യുക്തിവാദിയെയും കമ്മ്യൂണിസത്തെയും ഫാസിസത്തെയും അറബിക്കടലിൽ വലിച്ചെറിയാൻ ഒറ്റക്കെട്ടായി നിൽക്കാൻ വേണ്ടി മുന്നോട്ട് പോവുക. നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് ഭിന്നതയുടെ സ്വരത്തിലേക്ക് പോവുകയല്ല, ഉത്തരേന്ത്യയെ കേരളത്തിന്റെ സംഘബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അതാവട്ടെ 100ാം വാർഷികത്തിൽ സമസ്തയുടെ പ്രചാരകരും പ്രവർത്തകരും ചെയ്യേണ്ടത് എന്ന് എളിമയോടെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജാമിയ നൂരിൽ നൽകുന്ന ഈ പ്രാവശ്യം ഏറ്റവും വലിയ സന്ദേശമായ ജാമിയ നൂരിയുടെ സമ്മാനോപഹാരം അൽ മുനീർ നമുക്ക് ലഭ്യമാവേണ്ടുകയാണ്. അൽ മുനീർ കഴിഞ്ഞ എല്ലാ വർഷങ്ങളും പ്രസിദ്ധീകരിച്ചത്, അതിന്റെ ഓരോ പേജുകളും അതിന്റെ ഓരോ അക്ഷരക്കൂട്ടുകളും നമുക്ക് റെഫറൻസ് ആണ്. അൽ മുനീർ എന്ത് പറഞ്ഞു എന്നത് കേൾക്കാനും കാണാനും കാതുകൂർപ്പിക്കുന്നവരാണ് കേരള ജനത. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നവോത്ഥാനപരമായ ഒട്ടേറെ വിചിന്തനങ്ങൾ ഉൾക്കൊള്ളുന്ന അൽ മുനീർ കോർത്തിണക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, നമ്മുടെ പ്രിയപ്പെട്ട അൽ മുനീറിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സമർപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം അതിന്റെ കൂടി ഓരോ കോപ്പി വാങ്ങണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.